ഓമപ്പടി ഓമപ്പടി ചെയ്യാൻ കടലപ്പൊടി 4 ഗ്ലാസ്, പിന്നെ അരിപ്പൊടി 1 ഗ്ലാസ് എടുക്കണം. എടുത്തിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. അതിന് മുമ്പ് അയമോദകമില്ലേ, അത് വെള്ളത്തിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 2-3 ഇത്രയെങ്കിലും വെള്ളത്തിൽ കിടക്കണം. അത് ഫിൽറ്റർ ചെയ്യാൻ, നമ്മൾ ചായയൊക്കെ ഫിൽറ്റർ ആക്കുന്നത് വെച്ച് ഫിൽറ്റർ ആക്കണം. ഉപ്പിടാം, പിന്നെ അയമോദമെല്ലാം ഫിൽറ്റർ ചെയ്തതിൽ ഒഴിക്കാം. ഒഴിച്ചിട്ട് മിക്സിങ് ചെയ്യാൻ നല്ലോണം. മിക്സിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഉപ്പ് മതിയായാൽ നോക്കിയിട്ടും ഉണ്ടാക്കണം. നല്ലോണം പിണഞ്ച് കൊടുക്കണം, നല്ലോണം വിരകി കൊടുക്കണം. നല്ലോണം മിക്സിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വെച്ചേക്കാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചേക്കാം. പിന്നെ നമ്മൾ ഇടിയപ്പമൊക്കെ ചെയ്യില്ലേ, അതിൽ എണ്ണ തടകിയിട്ടിട്ട് ആ മാവ് എടുത്തിട്ട് അതിൽ വെച്ചേക്കാം. വെച്ചിട്ട് അത് ചൂടായാൽ നോക്കണം. അതിന് ഒത്തിരി തുള്ളി മാവ് എടുത്ത് അതിലിടാം. ഞാൻ ആദ്യം ഇട്ട്, അപ്പോൾ അത് ഇത്തിരി കെട്ടിയായിരുന്നു മാവ്. അതുകൊണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് പിന്നെയും ശരിയാക്കി. ഇത് ഓമപ്പൊടി, അയമോദകം, ഈ മുറുക്ക് മിക്സർ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഞങ്ങളിതിന് ഓമപ്പൊടി എന്ന് പറയാം. നിങ്ങളുടെ നാട്ടിലേക്ക് എന്ത് പറയാൻ പറയണം. അങ്ങനെ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ട്, ഇത് മിക്സറാണ്. ഇതിൽ പൊട്ടുകടല, കപ്പലണ്ടി, ഉപ്പ്, വേപ്പില വറുത്തിടണം. മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് മിക്സിങ് ചെയ്യാം. മിക്സിങ് ചെയ്ത് കഴിഞ്ഞതാണ് മിക്സർ. ഓമപ്പൊടിക്ക് അതൊന്നും ഇടാൻ പാടില്ല. വെറുതെ വേപ്പിലയും ആ മിക്സർ പോലെ ഉണ്ടാക്കി വെച്ചിരുന്നില്ല, അത് മാത്രം ഇടണം. അത് വെച്ചിട്ട് പിന്നെ വേപ്പിലയൊക്കെ എല്ലായിടത്തിലും പറഞ്ഞാൽ മിക്സിങ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടാകും, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടാം. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം കമൻറ്റിൽ. ഓക്കെ, ബൈ.